നൂഡിൽസാണ് ഞങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു നൂഡിൽസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ആദ്യം നമ്മൾ മുട്ട കുത്തിപ്പറിച്ചിട്ട് പകുതി മുട്ട എടുത്തിട്ട് ഒരു 10 മുട്ട നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി നമ്മൾ കുത്തിപ്പറിച്ചിട്ട് മാറ്റി വയ്ക്കും. പിന്നീട് നമ്മൾ സവോള തക്കാളിയൊക്കെ വാട്ടണതിൽ പകുതി മുട്ട ഒഴിച്ച് റെഡിയാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം കുറച്ച് എണ്ണ വയ്ക്കും. മഴ കാരണം മിളക് ഉണക്കാട്ടലാണ് കാണുന്നത് അടുപ്പിൽ. ചൂടുണ്ടല്ലേ? ഏറ്റവും ഒരു ഭക്ഷണം എടുത്ത് ടേസ്റ്റ് നോക്കി. പിള്ളേർ അവിടെ ഉണ്ട്. പിള്ളേർക്കറിയില്ല ഉണ്ടാക്കണം വിവരം, അല്ലെങ്കിൽ അവിടെ പാഞ്ഞു തരാം. അയ്യോ സബോള കൂടല്ലേ? ഞാൻ സബോള ഇടാറ്. അങ്ങനെ കൂടുതലൊന്നുമില്ല, അതൊന്ന് വാടണം. ആട്ടിട്ട് അതിടുന്ന ഞാൻ സബോളയും തക്കാളിയൊക്കെ വാട്ടിയിട്ടാണ് പിന്നെ ക്യാരറ്റും കേരളവും. തക്കാളിയും നമ്മുടെ പച്ചക്കറി ഇട്ടതൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഭയങ്കര മസാല ഉണ്ടല്ലോ, മസാല ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതെല്ലാതും കൂടി ഒരുമിച്ച് ഇടുന്നില്ല കേട്ടോ, കുറേശ്ശെ കുറേശ്ശെയാണ് ഞാൻ ഇടാറുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് 2 പാക്കറ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ വെള്ളം വെച്ചിട്ട് 2 പാക്കറ്റ് വെക്കണം. 3 പാക്കറ്റ് ചേർത്ത് കൊടുക്കുക. ബാക്കി മുട്ട ഒഴിച്ചു കൊടുക്കാണ്. മുട്ട ഞാൻ ഈ ഒരു വീഡിയോ എടുക്കേണ്ടത് കൊണ്ടാണ് ഞാനിപ്പോ കൂടുതലും ഇങ്ങോട്ട് വരാത്ത കേട്ടാ. വീഡിയോ ബാക്കിലാണ് ഞാൻ എൻ്റെ പണികൾ. പക്ഷെ ഞാൻ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഒഴിക്കണ്ടാക്കാതെ. അപ്പം നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന മുട്ടയും കൂടെ ഇതിൽ ഒഴിച്ചു. അത് നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് ഇടാം. ആദ്യം തന്നെ എല്ലാ മുട്ടയും കുത്തിപ്പൊരിക്കാൻ അല്ലെങ്കിൽ ഈ സ്റ്റേജിലെല്ലാം ഇടാം. പക്ഷെ ഞങ്ങളൊരു വെറൈറ്റി ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ചെയ്തതാണ് കേട്ടോ. നമ്മൾ ഈ ഒരു സ്റ്റേജിലെ മുട്ട ഒഴിച്ചിട്ടുണ്ടെങ്കിലേ നമുക്കത് കടിച്ച് കഴിക്കാനായിട്ടൊന്നും കിട്ടില്ല. കാരണം നമ്മൾ ആ ഒരു നൂഡിൽസൊക്കെ ഇതിലിട്ടിട്ട് തന്നെയാണ് വേവിക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ അല്ലാതെ ഇങ്ങനെ അലിഞ്ഞ് പോവും.
അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആയി തന്നെ കുറച്ച് മാറ്റി വെച്ചത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുട്ടയുടെ ടേസ്റ്റും കിട്ടും, പിന്നെ കടിക്കാനും കിട്ടും. എങ്ങനെയുണ്ട് നമ്മുടെ ബുദ്ധി അല്ലേ? ഈ ഒരു രീതിയിൽ നമുക്ക് ചിക്കൻ കിട്ടും വയ്ക്കാം. ആദ്യം നമ്മൾ ചിക്കനൊക്കെ ഒന്ന് വേവിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് ഒന്ന് കുഞ്ഞു കുഞ്ഞു പീസൊക്കെ ആക്കി വെച്ചിട്ട് ഇതുപോലെ എല്ലാതും ഉണ്ടാക്കിയിട്ട് നമുക്ക് ചിക്കൻ തട്ടാം. അല്ലെങ്കിൽ ഒരു ചിക്കൻ കറി പോലെ വെക്കണ പോലെ ആയിട്ട് നൂഡിൽസ് ആയിട്ട് വേവിക്കാം. ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട്, മുട്ട പുഴുങ്ങിയിട്ടുണ്ടാക്കിയിട്ടുണ്ട് ഇതേപോലെ. ചെല്ലി മേടിച്ച് വന്നിട്ട് പകുതി മുട്ട പുഴുങ്ങിയിട്ട് നമ്മൾ ഇതിലിട്ട് കുഴച്ച് ഇനി നമ്മൾ വെള്ളം വെച്ചിട്ട് വേവിക്കണം. ഇതിലിപ്പോൾ നമ്മൾ സവോള, തക്കാളി, ക്യാരറ്റ്, ക്യാബേജ് ഇത്രയാണ് ചേർത്തിട്ടുള്ള മുട്ട. ഇതിൽ ക്യാപ്സിക്കം കൂടി ഇട്ട് കഴിഞ്ഞാൽ വേറെ ടേസ്റ്റ് ആണ്. ആ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റും കൂടി നമുക്ക് കിട്ടും. അത് അടിപൊളിയാണ്. ബീൻസും കണ്ടു പിള്ളേർക്ക് പച്ചക്കറി ഇട്ടൊന്നും അങ്ങനെ ഇഷ്ടമല്ല. വീട്ടിൽ ഞാൻ സെപ്പറേറ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുക. ഇത് ഇവിടെ വന്നപ്പോഴത്തേക്ക് ചിലപ്പോൾ കഴിക്കുന്നു തോന്നുന്നു. അങ്ങനെയുള്ള പിള്ളേര് അല്ലേ, വീട്ടിൽ നിന്ന് കൊടുത്താന്നില്ല. അപ്പം നമുക്ക് നല്ലൊരു അടിപൊളി ഫില്ലിങ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഫില്ലിങ് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി അതിൻ്റെ റോളാക്കിയിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് അല്ലേ? ചിക്കൻ ബുർജി പോലെ ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ മസാല ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മളെ നൂഡിൽസ് വേവിച്ചിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് സോസൊക്കെ ഇളക്കി യോജിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെയും കഴിക്കാം. ഇപ്പം ഞങ്ങൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. അപ്പം അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കണ പോലെ ഇപ്പം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നൂഡിൽസ് അതിലിട്ടിട്ട് തന്നെ അങ്ങനെ വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇങ്ങനെ കൊഴുപ്പ് പോലെ കിട്ടും, കൊഴുത്ത പോലെ ഉണ്ടാവും കേട്ടോ. ഈ നൂഡിൽസ് ഇങ്ങനെ വായിൽ വയ്ക്കുമ്പോൾ വലിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കയറി പോകും. മറ്റേത് നമ്മൾ ഒരു വെള്ളമൊക്കെ എടുത്തിട്ട് അത് ഊറ്റി കളഞ്ഞിട്ടാണ്, ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ആ നൂഡിൽസ് മാത്രമാണ് ഇടുക. അപ്പോൾ ചിലപ്പോൾ കട്ടൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഞങ്ങൾ സാധാരണ ഇങ്ങനെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ചൂടുവെള്ളം ഞങ്ങൾ പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാനിട്ട്, അല്ലാണ്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ട് അതിലിട്ടാലും കുഴപ്പമൊന്നുമില്ല. എടുത്ത് വയ്ക്കുക കേട്ടോ. പാകത്തിന് വെള്ളം നോക്കിയിട്ട് വയ്ക്കണം. അല്ലെങ്കിൽ വെള്ളം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ സൂപ്പി നൂഡിൽസ് ആക്കിയിട്ട് കഴിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായി തിളയ്ക്കുമ്പോഴാണ് നമ്മൾ ആ നൂഡിൽസ് ഇതിലിടുക. അപ്പം ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മസാലയിൽ ഒരു 2 മസാല പാക്കറ്റ് നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഈ സ്റ്റേജിൽ നമ്മൾ പൊട്ടിച്ചിടാൻ പോകണം കേട്ടോ. അപ്പോൾ ആ ഒരു മസാലയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നൂഡിൽസ് കൊണ്ടിടാം. അവർ മസാലയൊക്കെ പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ മസാല കൂടെ ഒപ്പം ഉണ്ടാവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. നമ്മൾ ഈ ഒരു സവോള തക്കാളിയൊക്കെ വാട്ടിയ സമയത്ത് എല്ലാ മസാല കൂടി ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മളിതിൽ ഉപ്പിടില്ല കേട്ടോ. ഞങ്ങൾ ഉപ്പിടുമ്പോൾ ഉപ്പ് കൂടിയ പോലെ തോന്നാറുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഉപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിരിക്കും. അപ്പോൾ ഇപ്പോഴും ഉപ്പിടുന്നില്ല. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ നൂഡിൽസൊക്കെ നമുക്ക് ഓരോന്നായിട്ട് അതിലിടാം. ഇങ്ങനെ ഇടുകയാണെങ്കിൽ നമുക്ക് നൂല് പോലെ കിട്ടും കേട്ടോ. ഇങ്ങനെ പൊടിച്ചിടുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കുറേ പൊടിയാൻ പൊടിച്ചിട്ടല്ല, അതൊന്നും ഇളക്കിയിട്ടല്ലേ നിങ്ങൾ ഇങ്ങനെയാണ് ചേർക്കാൻ പോകുന്നത്. വേണമെങ്കിൽ കഷ്ണാക്കിയിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ കുറേ ഉണ്ടാവും മാത്രം. ഇതാകുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ആ ഒരു ഇതിൽ കിട്ടും. ഞാൻ വെള്ളം മുകളിൽ വയ്ക്കും. എല്ലാവരും ക്ഷമ നശിച്ചു. അപ്പോൾ അത് ഞങ്ങൾ വലിയ അടുപ്പത്തേക്ക് മാറ്റി വയ്ക്കാൻ പോവാണ് പെട്ടെന്നാണ്. മാറുന്നുണ്ട് മേത്തേക്കേണ്ട വീഴും ഇളക്കണം. അതിൽ ചായ വെക്കാനാ ശരി. അതിൽ ചായ കിട്ടാം. തീയുന്നു കുറച്ചിട്ടെ. ഇനി അവിടെ നമ്മുടെ സോസുകൾ നമ്മൾ കുറച്ച് സോയാ സോസ് വെച്ച് കൊടുക്കണം കേട്ടോ. മൂടി മതി. നല്ല ഡാർക്കാണ്. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൂടിയതാ.
സോസ് കുറച്ച് വയ്ക്കുന്നുണ്ട് പുതിയത്. സ്പെഷ്യൽ സാധനം അഞ്ചുമ്മായി ഗൾഫിൽ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. നല്ല ഹോട്ട് ആൻഡ് സ്പൈസി ആണെന്ന് പറഞ്ഞിട്ട് ഇനി പോകുന്നതല്ല ചിക്കനിലൊക്കെ വയ്ക്കേണ്ടത്. കമ്പനിക്കാരി കാണിച്ചരാ സോസ്. മതി ഇനി ആൾക്കാർക്ക് വേണം കേട്ടോ. ഇളക്ക് കാണികളായിട്ട് നമുക്കിതാ വേറെ മുടിക്കമ്മേ. അങ്ങനെ പറയല്ലോ. തിന്നോക്കട്ടെ എന്താ ഫുള്ള് തിന്നിട്ടാവും പറയാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ ഇന്ന് നൂഡിൽസ് ആണ് ഞങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു നൂഡിൽസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞെങ്കിൽ മറന്ന് ഞാൻ അവിടെ പോയിരിക്കട്ടെ ഒക്കെ വിടുകില്. എന്നതാ